ഹലോ ഗൈസ്, റൈഡർ കണ്ണാപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരള ട്രാഫിക് മോഡ് എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഈ വീഡിയോ കുറച്ച് ഞാൻ ലോങ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് പലർക്കും പല ഡൗട്ടുകളാണ്. അതായത് അവർക്ക് പലർക്കും ഇത് ക്ലിയർ ആവുന്നില്ല, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ പോലെ. പലരും ധാരണ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന പെസ് ലിമിറ്റർ ഇന്തോനേഷ്യയുടെ സാധാ ഗെയിമാണ്. സാധാ ഗെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കേരള ട്രാഫിക് മോഡ് ആഡ് ചെയ്യാത്ത സാധാ ഗെയിമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കേരള ട്രാഫിക് മോഡ് ആഡ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പലരും ധാരണ എന്ന് വെച്ചാൽ പഴയതുപോലെ തന്നെ പേസ്റ്റ് ചെയ്യുക, OBI ഫയൽ എടുക്കുക, പേസ്റ്റ് ചെയ്യുക, അങ്ങനെ ഈ ഫയലെല്ലാം കൂടെ പഴയതുപോലെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇത് ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ ഈ ഗെയിം, ഇപ്പോൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മുടെ കേരള ട്രാഫിക് മോഡ് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഗെയിമിൻ്റെ ആവശ്യം നമുക്കില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായ? അതായത് നമ്മുടെ ഈ ഗെയിം ആവശ്യമില്ല നമുക്ക് കേരള ട്രാഫിക് മോഡ് ആഡ് ചെയ്യുമ്പോൾ. ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെല്ലുക, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. മനസ്സിലാകണ്ട? ഇത് അത് നമ്മൾ ഒരിക്കലും ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യരുത്. പ്ലേ സ്റ്റോറിൽ ചെല്ലുക, പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഇത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പ്രശ്നം. ഓക്കെ, ഇപ്പോൾ നമുക്കിനി നേരെ പോകാം. ഇനി എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ നമുക്ക് ഫയൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഫയൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ ഒരു റെഡ് ഇത് വരും കേട്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം കൂടുതൽ ആൾക്കാരുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇവിടെയാണ് വിഷയം വരുന്നത്. കണ്ട് ഇതുപോലെ വേറെ ഫയലുകൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലവരൊക്കെ ധാരണ വെച്ചാൽ അത് കയറി ക്ലിക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് ആയിരിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇതുപോലെ ഇതേ കാണുന്ന പോലെ അതേപോലെ ഡൗൺലോഡ് ചെയ്യണം. എന്തായാലും നമുക്ക് കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊന്ന് മനസ്സിലാക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ള ഫയലുകളിൽ നിന്ന് കയറി ക്ലിക്ക് ചെയ്യാനോ ഒന്നിനും പോകരുത്. കേട്ടോ, ഈ ചെയ്യുന്ന അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, നമ്മൾ മാപ്പ് മോഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഗ്രാഫിക്സ് മോഡ് ഡൗൺലോഡ് ചെയ്യാൻ പോകണം. ഗൈസ്, പറഞ്ഞ മനസ്സിലായോ? ഒരിക്കലും നമ്മൾ ഫയൽസ് ഒരിക്കലും തെറ്റായ രീതിയിൽ ഒരിക്കലും ഫയൽ ക്ലിക്ക് ചെയ്യരുത്. കാരണം അത് നമുക്ക് ഇത് കേരള ട്രാഫിക് മോഡ് നമുക്ക് ആഡാകത്തില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ഫോണിൽ MB കുറയുകയും ചെയ്യും. അതായത് ഒരുപാട് ഫയലൊക്കെ കയറി കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോണിന് ഒരുപാട് ദോഷം ചെയ്യും. കാരണം നമുക്ക് സാധാരണ ഗെയിമാണെങ്കിൽ ശരി, നമുക്ക് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റത്തില്ല ഒന്നാമത്തെ. പിന്നെ രണ്ടാമത്തെ ഫോണാണെങ്കിൽ പെട്ടെന്ന് ഹാങ് ആകും. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഫോൺ കയറി നല്ല ചൂടാകുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തുള്ള ഫയലൊന്നും മാക്സിമം നിങ്ങൾ എടുക്കാതിരിക്കുക. ഇതാണ്ട് ഇത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നോളൂ. നമ്മൾ ഡൗൺലോഡിങ് സിസ്റ്റം കൊടുത്താൽ മാത്രം മതി. ഡൗൺലോഡ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അത് തന്നെ വന്ന് ഡൗൺലോഡ് ആകുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തുള്ള ഒരിക്കലും വേറെ ഫയലിൽ നിന്നൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വള്ളിയാകുന്ന പ്രശ്നം, വള്ളിയാകത്തേ ഉള്ളത്. ഓക്കെ, അപ്പോൾ 3 ഫയലും നമ്മൾ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. 2 ഫയലും ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 3ാമത്തെ ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ആക്കാൻ പോകുന്നത്. ഇനി 3ാമത്തെ ഫയലെന്ന് വെച്ചാൽ OBI ഫയലാണ്. ആ OBI ഫയൽ കൂടെ കഴിഞ്ഞാൽ ഇനി നമുക്ക് ഡൗൺലോഡ് ഇത് നമുക്ക് കഴിഞ്ഞ് ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യം വെയിറ്റ് ചെയ്താൽ മാത്രം മതി. വേറെ ഒരു കാര്യം നമുക്കില്ല. അപ്പം ഇങ്ങനത്തെ ഉള്ള വണ്ടികളൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ ഈ ഫയലൊക്കെ നമ്മൾ വേറെ ഈ മോഡൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ ഈ ഫയൽ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബസ് ലിമിറ്ററിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഡിലീറ്റ് ആക്കുക എന്നുള്ള കാര്യമാണ്. ഇത് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാലും നമ്മുടെ ഫോണിന് നല്ലൊരു ഹാങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ഉണ്ടായാലും നമ്മൾ എന്ത് ലിങ്ക് എടുത്താലും അത് ഡിലീറ്റ് ചെയ്യുക. നമ്മൾ ഇത് ആവശ്യം കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യുക. നമ്മുടെ ബസ് ലിമിറ്ററൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബസ് ലിമിറ്റർ ഡിലീറ്റ് ആയി പോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ലിങ്ക് ഇല്ലാത്തതുകൊണ്ട് വെച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ. പക്ഷേ നമുക്ക് നല്ല വൃത്തിയായിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിമൊക്കെ. അതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഗൈസ്, ഇപ്പോൾ നമുക്ക് അതിലേക്ക് പോയാലോ. ഇനി നമുക്ക് ഈ ബസ് ലിമിറ്റർ ഇന്തോനേഷ്യ അത് നമുക്ക് വേണ്ടായിരുന്നു. അതായത് നമ്മൾ
കേരള ട്രാഫിക് മോഡ് ആഡ് ചെയ്യാത്ത നമ്മൾ സാധാരണ ഇത് കളിക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, അത് വേണ്ട. അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെല്ലുക, അത് നമ്മൾ ഇല്ലാണ്ടാക്കി കളയാണ്ട. ഇതുപോലെ ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, നമുക്കിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് നേരെ ഇസഡാർച്ചി പോകാം. നമുക്ക് ഇസഡാർച്ചി പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുന്ന അത് ആദ്യം ഫസ്റ്റ് വേണ്ടത് മാപ്പ് ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫയലാണ്. ആ ഒരു ഫയൽ കയറി ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ എക്സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മാപ്പ് അതിൻ്റെ ഫയൽ എടുക്കാം. നടക്കുന്നത് ഇതാണ് മാപ്പ് മോഡിൻ്റെ ലിങ്ക്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി ആ ലിങ്കിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ണിൻ്റെ പടം വരുന്നുണ്ട, അതിലേക്ക് ആദ്യം ക്ലിക്ക് ചെയ്യുക, കണ്ണിൻ്റെ ആ ഒരു. പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് ആ ഒരു ഫയലിലേക്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിങ്കിലേക്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് അപ്പോൾ ഇൻസ്റ്റാൾ എന്നൊരു ഇത് വരും, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ടൈമാണ്. ഇത് ഇങ്ങനെ ഓടിക്കഴിയുമ്പോൾ വീണ്ടും കുറച്ച് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റാൾ ആയിട്ടില്ല, ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് മെയിൻ ഇൻസ്റ്റാൾ. ഓക്കെ, ഇൻസ്റ്റാൾ നടക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇനി അത് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പം ഓപ്പൺ എന്നൊരു വരും, അത് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇത് നേരെ വെച്ചിട്ടുണ്ട്, അതിൽ അലൗഡ് കൊടുക്കുക. അതിനകത്ത് ചൈനയിൽ എന്തോ എഴുതി കാണിക്കുന്നുണ്ട്, അതിൻ്റെ അതിന് ബാക്കിലേക്ക് വരിക. ഇനി ബാക്ക് പോവുക. ഇനി നമ്മുടെ ഗ്രാവിറ്റീസ് മോഡ്, ഗ്രാവിറ്റീസ് ഫയൽ, അത് ദൂരെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുമ്പ് എടുത്തണ പോലെ തന്നെ ആദ്യം അത് തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മുടെ ഗ്രാവിറ്റീസ് മോഡിൻ്റെ ലിങ്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് വേറൊരു ഫയലിലേക്ക് ആയിരിക്കും പോവുക. കണ്ണിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ ആ ലിങ്കിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ആകും. അത് ഇൻസ്റ്റാളായി കഴിഞ്ഞാൽ അത് നമ്മൾ മുമ്പേ വെയിറ്റ് ചെയ്ത പോലെ ഒരു 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പിന്നെ ഓടിക്കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇൻസ്റ്റാൾ ആയിപ്പോൾ ഇൻസ്റ്റാളെന്ന് എഴുതി കാണിക്കും പോലെ മുമ്പ് എഴുതി കാണിക്കോളൂ തന്നെ. ഇത് ഇൻസ്റ്റാൾ ഇൻസ്റ്റാളാക്കി അത് ഇപ്പോൾ ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. ഇൻസ്റ്റാളായി കഴിഞ്ഞാൽ നമ്മുടെ പകുതി വരെ പണി കഴിഞ്ഞുകൊണ്ട് എല്ലാവരും കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഫുൾ വീഡിയോ എല്ലാവരും കാണേണ്ടതാണ്. കണ്ടിട്ട് വേണം ഇത് മെയിനായിട്ട് എല്ലാവരും മനസ്സിലാക്കിയെടുക്കാൻ. ഓക്കെ, എന്നാലേ നമുക്ക് ഇത് ക്ലിയർ ആകത്തുള്ളൂ, ഇതെന്താണ് ഏതാണെന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വൈറ്റ് കളറിലേക്ക് വരും. പിന്നെ നമ്മൾ നേരെ ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ നമ്മുടെ ഇസഡാർച്ചി പോവുക. എന്നിട്ട് അടുത്തത് OBB ഫയലാണ്. OBB ഫയൽ ഇതുപോലെ എക്സ്ട്രാക്റ്റ് ചെയ്യുക. എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലിങ്കിൽ തന്നെ, അതായത് നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്ത ആ ഫയൽ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. അവിടെ OBB ഫയൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ കണ്ണിൻ്റെ രൂപത്തിൽ ആ കണ്ണിൻ്റെ പടത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോപ്പി എടുക്കേണ്ടത് അത് OBB ഫയലാണ് കിട്ടും. അത് ഒന്നുകൂടെ കോപ്പി എടുക്കുക. എന്നിട്ട് നേരെ ആൻഡ്രോയിഡ് വരിക, OBB വരിക. അപ്പോൾ OBB വരുമ്പോൾ അവിടെ ബസ് ലിമിറ്ററിൻ്റെ ആ ഒരു ഫോട്ടോ ഉണ്ട്, അതിലേക്ക് പേസ്റ്റ് ചെയ്യുക. വേണ്ട, മനസ്സിലായോ? ഇനി എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി നേരെ ബസ് ലിമിറ്റർ എടുക്കുക.
സംഗതി എല്ലാം സെറ്റായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ കേരള ട്രാഫിക് മോഡ്. ഇത് നമ്മുടെ കേരള ട്രാഫിക്കിലെ കേരളത്തിലെ വണ്ടികളാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രൈവറ്റ് ബസ് ഇനി എല്ലാം പോരട്ടെ, എല്ലാ വണ്ടിയും പോരട്ടെ. ഇപ്പം ഞാനിവിടെ ഇത്രയും കുറച്ച് വണ്ടികൾ കാണാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാഫിക് ഞാൻ തീരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ചെറിയ കുറച്ച് വണ്ടികളും കാണുന്നത്. പിന്നെ ഗൈസ്, ഇവിടെ വെച്ചാൽ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ കയറുക. ഓക്കെ, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ച് ചോദിക്കുക. ഓക്കെ, നമ്മളുണ്ടാവും.